കുരിശ് വരയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വരയ്ക്കുന്ന കുരിശ്, കാരണം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് ഈ കുരിശിലാണ്. ഇതിന്റെ അടയാളം എങ്ങനെയാണ്? ഈ തലതിരിഞ്ഞ കുരിശ് എന്നറിയോ? തലതിരിഞ്ഞ കുരിശ് സാത്താന്റെ കുരിശാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ ഈ സാത്താന്റെ കുരിശ് വെച്ച് നമ്മളെ മുദ്ര ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് വരയ്ക്കണം. അത് നമ്മുടെ അഭിമാനത്തിന്റെ ചിഹ്നമാണ്, നമ്മുടെ ജീവന്റെ അടയാളമാണ്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ നിഷ്കാസനം ചെയ്തത്, മരണത്തെയും പിശാചിനെയും അവിടുന്ന് പരാജയപ്പെടുത്തിയത് എവിടെയാണ്? അത് വിശുദ്ധ കുരിശിലാണ്. വെറും കുരിശല്ല, വിശുദ്ധ കുരിശിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുരിശിനാൽ നമ്മെ മുദ്ര ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും കുരിശ് വരച്ചാലും, എവിടെ കുരിശ് വരച്ചാലും ആ കുരിശിന്റെ അടയാളം അതുപോലെ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ അത് ഉറപ്പിക്കണം ഏത് സമയത്തും എവിടെ വെച്ചും. കാരണം പലരും കുരിശ് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ തലതിരിഞ്ഞ കുരിശാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും ചിലപ്പോൾ തലതിരിഞ്ഞു പോകും. അങ്ങനെ തലതിരിഞ്ഞ് ജീവിക്കേണ്ടവരാണോ ക്രിസ്ത്യാനി? ആണോ? അല്ല. അപ്പൊ നമുക്ക് സന്തോഷത്തോടെ സ്വസ്ഥാനങ്ങളിരിക്കാം. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? സന്തോഷമാണോ? സന്തോഷത്തിന് കുറവൊന്നുമില്ല അല്ലെ? ഒറ്റ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. സുഖമാണ്, സന്തോഷമാണ്, എല്ലാവർക്കും സമാധാനമാണോ? അതിന് മറുപടി ഇല്ലാത്ത സുഖമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനം സമാധാനം ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലെ? ഈ ഉണ്ടെന്ന് പറയുന്ന സമാധാനം ഒരു നിമിഷ നേരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഭയങ്കര റിച്ച് ആണ്, നമ്മൾ വെൽ സെറ്റിൽഡ് ആണെന്നൊക്കെ നമ്മളിങ്ങനെ തീരുമാനിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു രോഗം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് അപ്രതീക്ഷിതമായ ഒരു രോഗം വരുമ്പോഴത്തേക്കും ഈ സമാധാനം അതുപോലെ നിലനിൽക്കുമോ? അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ ഈ സമാധാനം നമ്മൾ നിൽക്കുമോ? അപ്പൊ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. അതാണ് പൗലോസ് കൊരിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ഈ ഭൂമിയിലെ നിങ്ങളുടെ താൽക്കാലികമായ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യം നിറഞ്ഞ മനുഷ്യനാണ് ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയല്ലേ? കാരണം ഈ ലോകത്തിൽ നമ്മുടെ ഒരു സന്തോഷത്തിന് ഒരു ഹാനി വന്നു കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം പോയി, സമാധാനം പോയി, നമ്മുടെ സർവ്വതും പോയി. എന്നിട്ട് നമ്മൾ പറയും സന്തോഷമാണ്, ഹാപ്പിയാണെന്നൊക്കെ. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതല്ല. യാഥാർത്ഥ്യം എൻ്റെ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നൊവേനകൾ, നമ്മുടെ ബലിയർപ്പണങ്ങൾ ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഇപ്പൊ നമ്മുടെ ദേവാലയം ആരുടെ പേരില? വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ്. എനിക്ക് വിശുദ്ധനെ കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഫേസ്ബുക്കിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഫാദർ ആന്റണി മേരി ക്ലാരറ്റ്. അദ്ദേഹം നോർത്ത് ഈസ്റ്റിലാണ്, അരുണാചലിലാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുക. അപ്പൊ അദ്ദേഹം വഴിയാണ് ഞാൻ ഈ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിനെ കുറിച്ച് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്നച്ചൻ പറഞ്ഞു ഈ വിശുദ്ധന്റെ നാമധേയത്തിലാണ് ദേവാലയം. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പോ വൈദികൻ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല കേട്ടോ. കാരണം പുള്ളി നോർത്ത് ഈസ്റ്റിലായതുകൊണ്ട് അവിടെ ഭയങ്കര ദുരിതപൂർണ്ണമാണ് അവരുടെ ജീവിതം. ഇപ്പൊ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഒക്കെ ബോഗിയില്, അപ്പൊ അതുപോലത്തെ ഈ കണ്ടെയ്നർ, അങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ് അവരുടെ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. അത്ര പരിതാപകരമായ അവസ്ഥയിലാണ് അവിടെ അവരെ ശുശ്രൂഷ ചെയ്യുക. അപ്പൊ ചിലപ്പോൾ ഒന്നും നെറ്റോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. വർഷത്തിലൊന്നൊക്കെ നാട്ടിൽ വരും. ആ സമയത്തൊക്കെയാണ് ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നത്. അതെന്തെങ്കിലുമൊക്കെ. ഈ ആന്റണി മേരി ക്ലാരറ്റ്, വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് തന്റെ ജീവിതത്തിൽ ഒരു അഗ്നി സൂക്ഷിച്ച മനുഷ്യനാണ്. അറിയാമോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അഗ്നി സൂക്ഷിച്ചിരുന്നു. ദിവ്യകാരുണ്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹത്താൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹമാക്കി മാറ്റിയ ദൈവിക അഗ്നി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഓടി നടന്ന മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തീക്ഷ്ണത അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ലോകം വെച്ച് നേടുന്ന ഒന്നും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അദ്ദേഹം ജീവിച്ചത്. പകരം
അദ്ദേഹം സ്വന്തമാക്കിയ ക്രിസ്തുവിനെ, അദ്ദേഹം തൊട്ടറിഞ്ഞ ക്രിസ്തുവിനെ ലോകത്തിന് പകർന്നു കൊടുക്കുക. എന്നിട്ട് എന്ത് വേണം? ക്രിസ്തുവിനെ സ്വന്തമാക്കുക. ആ ഒരു അഗ്നി. ഇപ്പൊ തോമാസ് ലീഗ നമ്മൾക്ക് പറയും ഡൗട്ടിങ് തോമസ് അല്ലെ. തോമാസ് ലീഗ എന്ന് പറഞ്ഞു, അവന്റെ പാർശ്വത്തിൽ വിരൽ തൊട്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. തോമസ് വിശ്വസിച്ചില്ലല്ലോ. എന്നിട്ട് അവസാനം കർത്താവ് അവന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, തോമസ് നീ ഇവിടെ വരിക, നിന്റെ വിരലിലൂടെ കൊണ്ടുവരിക. തൊട്ടു, അറിഞ്ഞു അല്ലെ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചൂടറിഞ്ഞവരാണ് തോമസ് ലീഗ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ ചങ്കിന്റെ ചൂട്, ആ ചങ്കിന്റെ സ്നേഹം തൊട്ടറിഞ്ഞവൻ, അനുഭവിച്ചറിഞ്ഞവനാണ് തോമസ് ലീഗ. അതാണ് യോഹന്നാസ് ലീഗ പറയുക, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ ക്രിസ്തുവിനെ. അപ്പൊ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മളിപ്പോ ദിവ്യകാരുടെ നാൾ നമ്മളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞ് ദേവാലയം വിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോവുകയാണ് നമ്മൾ ആരെ സ്വീകരിച്ചു എന്നുള്ളത്, നമ്മൾ ആരാണ് എന്നുള്ളത്. അങ്ങനെ മറന്നു കഴിഞ്ഞ് നമുക്ക് ആ സ്വീകരിച്ചത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ മാലാഖമാരെവിടെ ഉള്ള? ഒന്ന് പറയാം, പെട്ടെന്ന് പറയണം, നമുക്ക് കുറച്ച് സമയമല്ലോ. മാലാഖമാരെവിടെയല്ലേ? വിശുദ്ധരെവിടെയുള്ള? സ്വർഗത്തില്. പിശാച് എവിടെയുള്ള? ഭൂമിയില, നരകത്തില്. ഈ പിശാച് എവിടുന്നാ പറഞ്ഞേ? പിശാച് എവിടുന്നാ വന്നേ? പിശാച് എവിടുന്ന വന്നെന്നറിയോ? പിശാച് വന്നത് സ്വർഗത്തിൽ നിന്നാണ്. പിശാച് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണത്. പിശാച് വന്നത് സ്വർഗത്തിൽ നിന്നാണ് അല്ലെ. അപ്പോ സ്വർഗത്തിൽ എന്താണെന്നും സ്വർഗത്തിലെ സുഖവും സന്തോഷവും എന്താണെന്നും പിശാചിന് നന്നായിട്ട്, നമ്മളെക്കാൾ നന്നായിട്ട് അവൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അവൻ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്, നമ്മൾക്ക് മാർഗഭ്രംശം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് നൊവേനയുണ്ട്. അച്ഛൻ പറഞ്ഞ ഒത്തിരി സൗഖ്യങ്ങളൊക്കെ ഈ നൊവേനകളിലെ പ്രാർത്ഥനകളിലൂടെ ലഭിക്കാറുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വചനം പറയുന്നുണ്ട്, സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ ഹൃദയത്തിന്റെ വേദനയാണ് അല്ലെ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരാഗ്രഹം പൂർത്തീകരിക്കപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ ഒരു വേദനയായിട്ട് ഇങ്ങനെ അവശേഷിക്കും, നമ്മൾ മനുഷ്യനാണെങ്കിൽ. എന്നിട്ട് രണ്ടാം ഭാഗം പറയുന്നു, സഫലീകരിക്കപ്പെട്ട പൂർത്തീകരിക്കപ്പെട്ട ആഗ്രഹങ്ങൾ ജീവന്റെ വൃക്ഷമാണ്. സഫലീകരിക്കപ്പെട്ട പൂർത്തീകരിക്കപ്പെട്ട ആഗ്രഹങ്ങൾ ജീവന്റെ വൃക്ഷമാണ്. അതിന്റെ അർത്ഥം, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, നമ്മുടെ ജീവിതത്തിൽ ആ നിയോഗം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ അടയാളമാണ്. നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവികമായ അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും. അത് മാത്രം മേടിച്ച് സംതൃപ്തി അടഞ്ഞ് ഒരു കഞ്ചികളെ രോഗസൗഖ്യം കിട്ടി നരകത്തിൽ പോകുന്നതാണോ രോഗത്തോടുകൂടി സ്വർഗത്തിൽ പോകുന്നതാണോ നല്ലത്? രോഗത്തോടു കൂടി. ഇതെപ്പോഴും പറയുമോ? രോഗം വന്നു കഴിയുമ്പോൾ അറിയാം ഇത് പറയോ ഇല്ല എന്നുള്ളത്. കാരണം മിസ്റ്റർ അൽഫോൻസാമയുടെ ജീവിതം എടുത്ത് നോക്കിക്കേ. അൽഫോൻസാമ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവേ, എന്റെ ഈ രോഗങ്ങളാണ് എനിക്ക് നിന്നെ സ്നേഹിക്കാനുള്ള ഉപാധി. ഈ രോഗം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ലായിരുന്നു, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ലായിരുന്നു. ജോബ് തന്റെ ഭാര്യയോട് പറയുന്നില്ലേ, ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച് നാം എന്തുകൊണ്ട് വേദനകളും ദ്രോഹങ്ങളും സ്വീകരിക്കാൻ മടിക്കുന്നു? ദൈവകരത്തിൽ നിന്ന് എന്ത് വന്നാലും നമുക്ക് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം, സന്തോഷത്തോടെ സ്വീകരിക്കാം. നമ്മൾ അതിനു വേണ്ടി ആർജവം നമ്മൾ സ്വീകരിക്കണം. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ മാറ്റിവെക്കണം. കാരണം ഈ ലോകത്തിലെ നൈമിഷിക സുഖങ്ങൾ അത് അസ്തമിച്ചു പോകും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിലെ നിസാരമായ നമ്മുടെ ജീവിതത്തോട് നിത്യജീവിതത്തെ തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സമുദ്രത്തിലെ ഏതാനും തുള്ളി വെള്ളം പോലെ. അപ്പൊ നമ്മൾ ചിന്തിച്ച്, ഒരു തുള്ളി വെള്ളം വേണോ, അതെയോ നമുക്ക് നോക്കി കണ്ടെത്താത്ത ദൂരം കിടക്കുന്ന സമുദ്രം വേണോ?
ഏതാ വേണ്ടേ? ഏതാ വേണ്ടേ? സമുദ്രമാണ്. സമുദ്രം വേണം. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു തുള്ളി വെള്ളത്തെക്കുറിച്ച് നമ്മൾ മറക്കണം. ഒരു തുള്ളി വെള്ളം മറന്നിട്ട് സമുദ്രത്തെ ലക്ഷ്യമാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അപ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഇത് നമ്മുടെ കുടുംബങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഒരു സർവേ ഉണ്ടായിരുന്നു. സീറോ മലബാർ സഭയിൽ മാത്രം ഏതാണ്ട് 1.25 ലക്ഷത്തോളം ആൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ടില്ല. സീറോ മലബാർ സഭയിൽ മാത്രം 1.25 ലക്ഷത്തോളം ആൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ടില്ല. അവർക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പെൺപിള്ളേർ തയ്യാറാവുന്നില്ല. പെൺപിള്ളേർക്ക് തയ്യാറാവണ്ട, പെൺപിള്ളേർ ക്രിസ്ത്യാനികളൊന്നും വേണ്ട. അവളുമാർ എന്നിട്ട് എവൻ്റെങ്കിലൊക്കെ കൂടെ പോകും, ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ എവനെ കെട്ടി എങ്ങോട്ടെങ്കിലൊക്കെ പോകും. ആദവും ഹവ്വായും നമുക്കറിയാം, നമ്മുടെ ആദ്യ മാതാപിതാക്കളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഈ കുടുംബത്തെ സൃഷ്ടിച്ചതും കുടുംബത്തെ കൂട്ടിച്ചേർത്തതും. പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ കൂട്ടിച്ചേർത്തു, അല്ലെ? പുരുഷനെയും സ്ത്രീയെയും തമ്മിലാണ് അവിടുന്ന് കൂട്ടിച്ചേർത്തത്. ഒരിക്കലും പുരുഷനെയും തമ്മിലല്ല, സ്ത്രീയെയും തമ്മിലല്ല. വിവാഹത്തിലൂടെ കുടുംബത്തിന് അടിസ്ഥാനമിടുമ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലായി. അപ്പൊ ആദം ഈ ഹവ്വായെ കിട്ടിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഓർക്കുണ്ടോ? ഓർക്കണമെന്നില്ല, അത് ഓർത്തിരിക്കണം. എന്നിട്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഇടയ്ക്ക് ഇതൊന്ന് പറയണം. എന്തെന്നറിയോ? അവസാനം എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? ഭാര്യയോട് ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വചനം? വചനം പരസ്പരം പറയട്ടോ. ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടോ ഈ വചനം? പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കണം. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വിവാഹം എടുത്ത് നോക്കിക്കേ. കാരണവന്മാരെ പറഞ്ഞു, നിശ്ചയിച്ചു, വിവാഹം നടന്നു. ഇന്ന് നിങ്ങൾ ജീവിക്കുന്നില്ലേ? നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ജീവിതം എടുത്ത് നോക്കിക്കേ. എൻ്റെ മമ്മി എപ്പോഴും പറയും, അവരുടെ വിവാഹം ഈ ഒത്തുകല്യാണത്തിന് 3 ദിവസം മുമ്പാണ് പപ്പനെ മമ്മി അറിയുന്നത്, മമ്മി കാണുന്നത്. അന്നൊക്കെ അങ്ങനെയാണ്. ഇന്ന് പക്ഷെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ മോന് കല്യാണം ഉറപ്പിച്ചു, അപ്പൊ പെണ്ണും വീട്ടുകാർ അടുത്ത ദിവസം വരുന്നുണ്ട്, പെണ്ണും കൂടെ വരുന്നുണ്ട്, അവൾക്ക് വീട് കാണണം, അവന്റെ മുറിയിലൊക്കെ കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കല്യാണ സമയത്ത് നിങ്ങൾ കെട്ടിയവന്റെ വീട്ടിൽ പോയി കെട്ടിയവന്റെ ബെഡ്റൂം കൊണ്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇന്ന് പിള്ളേര് പറയുന്ന സംഭവം, എനിക്ക് അവിടെ പോകണം, അവന്റെ വീട് കാണണം, അവന്റെ ബെഡ്റൂം കാണണം. അവന് ബെഡ്റൂം ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടേ? ഇതാണ് പെൺകുട്ടികളുടെ വാശി എന്ന് പറയുന്നത്. ഭയങ്കര വാശിയാണ്, അനാവശ്യമായ വാശി. പ്രിയമുള്ളവരെ, കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് നമ്മുടെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല, എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല. ഒത്തിരി തടസ്സങ്ങൾ. എല്ലാവരും പറയും വിവാഹ തടസ്സമാണ്, പ്രാർത്ഥിക്കണം. ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ സ്ത്രീയും പുരുഷനുമായിട്ട് അവരെ സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ചേരണം, സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരണം, വേറെ ഒന്നും തമ്മിൽ ചേരാൻ പാടില്ല. പക്ഷെ ഇന്ന് വിവാഹത്തിന് ആലോചന വരുമ്പോൾ ഏറ്റവും ആദ്യം ചേരുന്നത് എന്ത് തമ്മിലാണെന്നറിയോ? സ്ത്രീയും പുരുഷനും തമ്മിലല്ല, 2 കുടുംബങ്ങൾ തമ്മിലല്ല, പകരം ഒരു പ്രൊഫഷൻ മറ്റൊരു പ്രൊഫഷനോട് ചേരുന്നുണ്ടോ എന്നാണ് ഏറ്റവും ആദ്യത്തെ കാൽക്കുലേഷൻ. പെണ്ണ് ഡോക്ടറാണോ? അവളപ്പം പറയും, എനിക്ക് ഡോക്ടറെ മതി, എനിക്കൊരു പുരുഷനെ വേണമെന്നല്ല പറയുക, എനിക്ക് ഇണയും തുണയുമായി എന്റെ കൂടെ ജീവിക്കാൻ ദൈവം എനിക്ക് വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ എനിക്കൊരു ജീവിത പങ്കാളി വേണമെന്നല്ല അവൾ പറയുക. അല്ലെങ്കിൽ അവൻ പറയുക, എന്റെ പ്രൊഫഷൻ ഐ എം എ ഡോക്ടർ, സോ ഐ വാണ്ട് അനദർ ഡോക്ടർ. ഐ എം എ നഴ്സ്, ഐ വാണ്ട് അനദർ നഴ്സ്. പ്രൊഫഷൻ ടു പ്രൊഫഷൻ. നൗ ദേ ആർ മാരീഡ്. പ്രൊഫഷൻ ടു പ്രൊഫഷൻ. ഇല്ലെങ്കിൽ കല്യാണം നടക്കാത്ത നിങ്ങളുടെ മക്കൾ എന്തുകൊണ്ട് കല്യാണം നടക്കുന്നില്ല എന്ന് നിങ്ങളത് ചിന്തിച്ചോ? നമ്മുടെ കുടുംബത്തിലെ മക്കളുടെ കല്യാണം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് നിങ്ങളത് ചിന്തിച്ചു? So they don't want to build up their family. അവർക്ക് പ്രൊഫഷൻ ബിൽഡപ്പ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് കല്യാണം കഴിച്ച് 3 മണിക്കൂർ മാത്രമായ കല്യാണം ഡിവോഴ്സ് ചെയ്തത് എനിക്കറിയാം. പള്ളിയിൽ നിന്ന് കെട്ടി വീട്ടിലേക്ക് അവിടുന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് അടുത്ത വണ്ടി വിളിച്ച് അവളുടെ വീട്ടിൽ പോയി. ഡിവോഴ്സായി within 3 hours. പ്രൊഫഷൻ ടു പ്രൊഫഷൻ.
പ്രൊഫഷൻ വിവാഹം കഴിക്കുന്നു. ദൈവം അനുവദിച്ചതല്ല പ്രൊഫഷണൽ വിവാഹം കഴിക്കാൻ. ദൈവം അനുവദിച്ചത് സ്ത്രീ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ പുരുഷന് വിവാഹം കഴിക്കുക. പിശാചിന്റെ കുടില തന്ത്രങ്ങളിൽപ്പെട്ട് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും നമ്മളെല്ലാവരും യോഗ്യരായി തീരുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമ്മൾ ചോദിച്ചറിയണം. ആ പദ്ധതികൾക്ക് അനുസൃതമായിട്ട് നമ്മൾ ജീവിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ബൈബിളും കൊന്തയും കുരിശുമായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങുന്നു. ഞാൻ ദൈവത്തോട് കൂടെ ജീവിച്ചവനല്ല, ഞാൻ ദൈവത്തിന് എതിരെ ജീവിച്ചവൻ. ഒരിക്കൽ പോലും ദൈവത്തെ വിളിക്കാതെ ജീവിച്ചവൻ. അച്ഛന്മാരെയും കന്യാസ്ത്രീമാരൊക്കെ തെറി വിളിച്ച് ജീവിച്ചവനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചുണ്ടായിരുന്ന പദ്ധതി എന്ന് പറയുന്നത് സാവൂളിനെ പൗലോസാക്കിയതുപോലെ എന്താ ഏതാ എവിടെയാ എന്ന് ഞാൻ പറയില്ല. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ കുറേ വർഷം ഞാനും ജീവിച്ചതാണ്. ഈ പട്ടണത്തിൻ്റെ എല്ലാവിധ സുഖ സന്തോഷങ്ങളിലും ലയിച്ച് ഈ പട്ടണത്തിൽ കുറേ കാലം ജീവിച്ചവനാണ് ഞാൻ. അവസാനം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റി വയ്ക്കുക. ഈശോയോട് ചോദിക്കണം, കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണ്? എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നു? നമ്മളുടെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് വേണ്ടതല്ല. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചിട്ട് പിന്നെ ഭയങ്കരമായ മധ്യസ്ഥ പ്രാർത്ഥന, കർത്താവ് ഇത് നടത്തിത്താൻ അവസാനം ഗതികെട്ട് കർത്താവ് നടത്തിത്തരും. 17 പ്രാവശ്യം IELTS എഴുതി തോറ്റുപോയിട്ട് 18ാമത്തെ പ്രാവശ്യം എഴുതി ജയിച്ച് UK പോയി ഭയങ്കര പ്രാർത്ഥിച്ച് ജയിച്ച് പോയ ഒരു കൊച്ച. ഇപ്പം അവളവിടെ ലിവിങ് ടുഗദറാണ്. കുടുംബമായിട്ട് ബന്ധമില്ല, വീട്ടുകാരുടെ യാതൊരു ബന്ധമില്ല. അപ്പോൾ അവളുടെ ജീവിതത്തിൽ കിട്ടിയ സബലീകരിക്കപ്പെട്ട അവളുടെ ആ ആഗ്രഹം ജീവന്റെ വൃക്ഷമായിട്ട് അവളിൽ പരിണമിച്ചോ? ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിലനിൽക്കാതെ പോകുന്നത്. നമുക്കറിയാം മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അപ്പസ്തോലന്മാരെ അപ്പസ്തോല എന്ന് സഭ അവൾ വിശേഷിപ്പിക്കുന്നു. ഒപ്പം അവളിൽ നിന്നാണ് കർത്താവ് 7 പിശാചുകളെ പുറത്താക്കിയത്. ചോദിക്കട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പകർന്നില്ലേ? ഉണ്ടോ? നമ്മളെല്ലാം അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതല്ല. നമ്മുടെ നിത്യജീവിതത്തില് അകത്തേക്ക് എടുത്ത ശ്വാസം പുറത്തേക്ക് വിട്ടാൽ, പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയും അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് വലിയ അനുഗ്രഹമാണ്. കാരണം അങ്ങനെ ഉറച്ചു വിടാൻ നിവൃത്തിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം ജീവിക്കുന്ന, ഓരോ ദിവസവും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മസിൽ പവറും ഈ മണി പവറും ഇതൊന്നും ഒന്നിനും ഉപകരിക്കില്ല. ഒന്നിനും നമുക്ക് ഉപകരിക്കില്ല. അതൊക്കെ നശിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ മഗ്ദലന മറിയം, അവൾക്ക് എന്ത് കിട്ടി? ഞാൻ അതിനിടയ്ക്ക് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നില്ലേ? ദൈവം നമുക്ക് വാരിക്കോരി തരുന്നില്ലേ? എന്നിട്ട് നമുക്ക് സംതൃപ്തരാണ്. എന്നിട്ട് നമുക്ക് സംതൃപ്തി ഉണ്ടോ? ആർ വി സാറ്റിസ്ഫൈഡ്? ഒന്ന് പറഞ്ഞേ. സംതൃപ്തിയില്ല. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഇന്നത്തെ നിയോഗം അല്ല അടുത്ത ദിവസത്തെ നാളത്തെ നിയോഗം അല്ലേ? ഇന്നത്തെ നിയോഗം കഴിഞ്ഞ് നാളത്തേക്ക് അത് നിയോഗമായി. നിയോഗങ്ങളുടെ പെരുമഴയാണ്. എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ട് ദൈവത്തിൽ നിന്നെല്ലാം ഈ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം 1 വേ ട്രാഫിക് ആണോ 2 വേ ട്രാഫിക് ആണോ? കർത്താവ് ഞാനും നീ തമ്മിലുള്ള ബന്ധം 1 വേ ആണോ 2 വേ ആണോന്ന് പറയുമ്പോ 2 വേ, അനുഭവിക്കുമ്പോ
വൺ വേ. പറയാൻ നല്ല എളുപ്പമാണ്. ഈ ടു വേ എന്ന് പറയുമ്പോൾ എന്നാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കണം. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും നമ്മൾ ഇഷ്ടം പോലെ സ്വന്തമാക്കണം. എന്തോരം തന്നാലും നമുക്ക് സ്വീകരിക്കാൻ ഒരു മടിയില്ല, അല്ലെ? തിരിച്ച് കർത്താവ് എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുമ്പോഴോ, കർത്താവ് ചോദിക്കുക, നിന്റെ മൂത്ത മകനെ എനിക്ക് വേണ്ടി വിശുദ്ധനായ ഒരു പുരോഹിതനാകാൻ തരാമോ എന്ന് ചോദിച്ചാലോ, എന്റെ പൊന്ന് കർത്താവ്, ആകെ മൊത്തം ആറ്റ് നോച്ച് ഒരെണ്ണം ഉണ്ടാകും, അതിനെ തരില്ല. അവന് കെട്ടിച്ചിട്ട് അവന് കൊച്ചുണ്ടാകുമ്പോ അതിനെ ഞാൻ നിനക്ക് തന്നേക്കാം. നമുക്ക് ഡിമാൻഡായ കർത്താവിന്റെ മുൻപില്, അല്ലെ? നമ്മള് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മൾ ദൈവത്തിന് തിരിച്ച് എന്ത് കൊടുക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് അവിടെ. അതാണ് വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവളിൽ നിന്ന് കർത്താവ് 7 പിശാചുകളെ പുറത്താക്കി. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലൻ അവസാനം കുരിശിലും അവന്റെ കുരിശ മരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗ്ഗാരോഹണത്തിലും എല്ലാം അവൾ കൂടെ ഉണ്ടായി. എന്തുകൊണ്ട് അവൾക്ക് ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ പറ്റിയത്? എന്തുകൊണ്ട് മഗ്ദലന മറിയത്തിന് ദൈവത്തിന്റെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റി? എന്തുകൊണ്ട് സക്കേവൂസിന് ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റി? എന്തുകൊണ്ട് നിക്കോദേമോസിന് ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റി? അറിയോ? ഈ ബൈബിളൊക്കെ വായിക്കും, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഈശോ ചോദിക്കണം, ഈശോ ഇത് എന്നാ സംഭവം, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ തന്നെ ഈശോ നമുക്ക് വചനത്തിന്റെ വ്യാഖ്യാനം നമ്മൾ ചോദിച്ചാൽ ആ നിമിഷം തന്നെ നമുക്ക് കർത്താവ് തരും. ഇപ്പൊ 100 പേര് ഒരു വചനം വായിച്ചാൽ ചിലപ്പോൾ 100 പേർക്കും 100 വ്യാഖ്യാനം അറിയും കർത്താവ് തന്നെ, അവരവരുടെ ജീവിതത്തിനനുസരിച്ച്. മറ്റൊന്നുമല്ല, ദൈവം അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുത്തപ്പോ അവരെ അടിമത്തത്തിലും ആധിപത്യത്തിലും വെച്ചിരുന്ന പൈശാചിക ശക്തിയിൽ നിന്ന്, തിന്മയിൽ നിന്ന്, പിശാചിൽ നിന്ന്, അവന്റെ തന്ത്രങ്ങളിൽ നിന്ന്, അവൻ നൽകുന്ന സുഖഭോഗങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു കഴിഞ്ഞപ്പോ അവരൊറ്റ കാര്യം തിരിച്ചറിഞ്ഞു. ഈ ലോകത്തിന്റെ ചപ്പും ചവറിൽപ്പെട്ട് ഈ ലോകത്തിലെ ഒരു വേസ്റ്റ് കൂനയായി ജീവിക്കുന്നതിൽ നല്ലത് എന്റെ കർത്താവിന്റെ കൂടെ നിത്യജീവിതം അത് ആസ്വദിക്കുന്നതാണ്. അപ്പൊ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞപ്പോ അവര് കർത്താവിന് തിരിച്ച് അവരുടെ ജീവിതങ്ങൾ കൊടുത്തു. ഇത് തന്നെയാണ് എല്ലാ വിശുദ്ധരുടെയും ജീവിതം. ഏത് വിശുദ്ധരെയും ഏത് വിശുദ്ധയെയും എടുത്തു നോക്കിക്കോ. ദൈവത്തിന്റെ അമ്മയാകുവാൻ വേണ്ടി അനാദിയിൽ അവൾ തെരഞ്ഞെടുത്ത പരിശുദ്ധ കന്യക മറിയം 3-ാമത്തെ വയസ്സിൽ നമ്മുടെ അമ്മയുടെ കത്തിൽ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ, അല്ലെ? നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികതയുടെ ആ ഒരു ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയോട് ഒത്തിരി മധ്യസ്ഥം വഹിക്കും. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം വഹിക്കും, ഒത്തിരി വിശുദ്ധരുടെ മധ്യസ്ഥം വഹിക്കില്ലേ? ഇല്ലേ? നമ്മൾ എത്ര പേര് ഈശോയുടെ വിശുദ്ധരായ അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? ഈശോയുടെ 12 ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഈശോയുടെ കൂടെ പീഡാസഹനത്തിലും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞവർ നമുക്ക് എന്താ ഈ അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു മടി? അവരിൽ ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ ഏറ്റവും കൂടുതൽ ചേർന്ന് അവരിൽ ഈശോയുടെ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അവന്റെ കൂടെ നടന്ന് അവരെ തൊട്ടറിഞ്ഞ് അല്ലെ കൈകോർത്ത് പിടിച്ച് നടന്നവരല്ലേ? അപ്പൊ ശരിക്കും മറ്റു വിശുദ്ധരേക്കാളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ മുൻപ് ഈശോയുടെ മുമ്പിൽ അവർക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ടത് സ്നേഹന്മാരല്ലേ? നമുക്ക് ഈ സ്നേഹന്മാരെ നമ്മൾ പിടിക്കാതെ നമുക്ക് ഉത്തരവില്ല. പ്രിയമുള്ള, നമുക്ക് ഉത്തരവില്ല. ഈശോയോട് നേരിട്ട് പ്രാർത്ഥിക്കാനാണോ മധ്യസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണം? മധ്യസ്ഥന് വേണ്ടി അല്ലേ? ജോബ് പറഞ്ഞ പോലെ നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷനാണ്. ദൈവത്തിന്റെ കരത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കുക. വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരിലും വന്നാൽ അതിനെ തിരസ്കരിക്കുക. പകരം അതിനെയും കൂടി നന്മയാക്കി മാറ്റണമേ എന്ന നമ്മുടെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയതയിൽ ഒത്തിരി വെള്ളം ചേർക്കപ്പെട്ടു. നമ്മുടെ ആത്മീയതയിൽ ഒത്തിരി വെള്ളം ചേർക്കപ്പെട്ടു. യഥാർത്ഥമായ ആത്മീയത നമ്മുടെ മുൻപിൽ മറച്ചു വച്ചേക്കാം. വേറെ ആരുമല്ല മറച്ചു വെച്ചേക്കണം. കത്തോലിക്ക തിരുസഭ തന്നെ മറച്ചു വെച്ചേക്കണം. ഈ സഭ ശരിക്കും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും. സഭ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പറഞ്ഞ് നമ്മളെ ലോകം മുഴുവൻ ഓടിക്കുമ്പോൾ സഭ നമ്മെ പറ്റിക്കുക, നമ്മെ വഞ്ചിക്കുക.
വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? വിശ്വസിക്കാൻ പറ്റുമോ? ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, എൻ്റെതല്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 485. വീട്ടിൽ ചെന്നൊരു CCC ഉണ്ടെങ്കിൽ എടുത്തൊന്ന് വായിച്ചു നോക്കാം. കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അവസാന കാലഘട്ടമാകുമ്പോഴത്തേക്കും സഭ വഞ്ചനാത്മകമായ ആത്മീയതയിലൂടെ കടന്നു പോകും. വഞ്ചനാത്മകമായ ആത്മീയതയിലൂടെ സഭ കടന്നു പോകും. ഞാൻ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ അടുത്ത് CCC ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, എടുത്ത് നിങ്ങൾ ഇപ്പൊ തന്നെ പോകണമെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക. ശേഷം വീണ്ടും പറയുന്നു, അന്ത്യവിധി എന്നതിനെ കുറിച്ച് ഈ CCCയിൽ വ്യക്തമായിട്ട് പറയുന്നു. അന്ത്യവിധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നീ സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ല, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അനുസൃതമായിട്ടല്ല. നമ്മുടെ രോഗം മാറി നമ്മൾ സ്വർഗത്തിൽ പോകും. രോഗം മാറി സ്വർഗത്തിൽ പോകുമോ? പ്രാർത്ഥിച്ച് മക്കളുണ്ടായാലും നമ്മൾ സ്വർഗത്തിൽ പോകുമോ? പ്രാർത്ഥിച്ച് കല്യാണം കഴിഞ്ഞ് സ്വർഗത്തിൽ പോവില്ല. അത് ജീവന്റെ വൃക്ഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിച്ചാൽ മാത്രമേ ആ അത്ഭുതത്തിലൂടെ, ആ അടയാളത്തിലൂടെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും they are the messianic signs എന്നാണ് പറയുന്നത്. ദൈവികമായ അടയാളങ്ങൾ that should lead us to heaven. നമ്മുടെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ചൂണ്ട് പലകകളാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും. പക്ഷെ നമ്മൾ മാനുഷികതയിൽ നിന്നുകൊണ്ട് അത് സ്വന്തമാക്കിയതിനു ശേഷം ചൂണ്ടുപലകയുടെ ചോട്ടിൽ തന്നെ നമ്മൾ നിൽക്കും. ആ ആരോമാർക്ക് നമ്മൾ നോക്കില്ല. ചൂണ്ടുപലക എവിടെ വെച്ചേക്കുന്നോ നമ്മൾ അവിടെ നിൽക്കും. പ്രിയമുള്ളവരെ, ഈ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ അന്ത്യവിധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നീ സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ടല്ല, പകരം നിന്റെ ജീവിതത്തിൽ നീ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്ത കൃപകൾക്ക് കൂടി അനുസൃതമായിട്ടായിരിക്കും. കൃപകൾക്ക് കൂടി അനുസൃതമായിട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് കൃപ അല്ലേ? അപ്പൊ അനുഗ്രഹവും കൃപയും തമ്മിൽ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ? ഉണ്ടോ? പറഞ്ഞതിൽ അങ്ങനെ തോന്നിയോ? കൃപകൾ എന്ന് പറയുമ്പോൾ അത് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് വന്നിട്ട് എന്താ പറഞ്ഞേ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പൗലോസ്ലീഹായുടെ കർത്താവ് എന്താ പറഞ്ഞേ? നിനക്ക് എൻ്റെ കൃപ മതി. അപ്പൊ കൃപ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒന്നായിത്തീരുന്ന ആ നിമിഷം. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ദൈവമായ ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട. പ്രഭാഷകൻ 2:4-5 വചനം പറയുന്നുണ്ട്, വരുന്ന ദുരിതങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യത്തിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന്റെ ചൂളയിലും. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന്റെ ചൂളയിലും. സഹനം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാണോ? സഹനം ഇഷ്ടമാണോ? വരും പറയും. നമുക്ക് സഹനം പൊതുവെ ഇഷ്ടമല്ല, നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. സഹനത്തിലുള്ള വിശുദ്ധീകരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ? പക്ഷെ ഞാൻ ആത്മീയതയിലേക്ക് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ വചനമാണിത്. ഈ വചനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് വേണ്ടി കിട്ടിയ വചനം അല്ല, ഞാനത് മാറ്റിവെച്ചു. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ല, 6 തവണ 6 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ 6 വ്യത്യസ്ത വ്യക്തികളിലൂടെ ഇതേ വചനം തന്നെ കർത്താവ് എന്നോട് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, ആമേൻ, ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ ഈ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇന്ന് സഹനത്തിന്റെ ചൂളയിലാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത സഹനത്തിന്റെ
ചൂളയിലൂടെയാണ് എൻ്റെ ജീവിതം ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഒറ്റ പ്രത്യാശ മാത്രമേ ഉള്ളൂ. ഏതെല്ലാം സഹനത്തിന്റെ തീച്ചൂളയിൽ കേട്ട് ഉരുകപ്പെട്ടാലും സർവശക്തനായ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. അതുകൊണ്ട് ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. വൈദ്യശാസ്ത്രപ്രകാരം എൻ്റെ ഭാര്യ ഗർഭിണിയാണില്ല. വൈദ്യശാസ്ത്രം പറഞ്ഞു നടക്കില്ല. പക്ഷെ ദൈവശാസ്ത്രം പറഞ്ഞു നടക്കും. 5 പിള്ളേരുണ്ട്. മൂത്തയാള് ഇപ്പൊ 10ാം ക്ലാസ്സിലേക്ക്, ഇളയാൾക്ക് 8 മാസം. ദൈവം തരും. നേരെ നിന്ന് ഒരു പ്രാവശ്യം ശ്വാസം എടുക്കാൻ പറ്റിയ ഒരു ലങ്സ് ഉള്ള വ്യക്തി അല്ല ഞാൻ. എൻ്റെ ലങ്സ് എന്ന് പറയുന്നത് ബിലോ 50% ഉള്ളൂ. 50% പോലും ഇല്ല. ഇങ്ങോട്ട് വരുന്നതിന്, അതായത് 2-3 മാസം മുമ്പ് ഞാൻ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് നടത്തി, PFT നടത്തി. അതിൻ്റെ അവസാന റിസൾട്ട് വന്നു. അതിൻ്റെ അടിയിൽ ഒരു നോട്ട് ഇങ്ങനെ എഴുതി വന്നു, യുവർ ലങ്സ് ഏജ്ഡ് 84 years. എൻ്റെ ലങ്സിന് 84 വയസ്സുണ്ട്. അത്രയുള്ള എൻ്റെ ലങ്സ്. എൻ്റെ ലിവർ, എൻ്റെ ബോത്ത് കിഡ്നീസ്, ഇൻറ്റസ്റ്റൈൻസ്, പാങ്ക്രിയാസ്, എൻ്റെ കണ്ണുകൾ എല്ലാം ഡാമേജാണ്. നോക്കി നിൽക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. ഡോക്ടേഴ്സ് വണ്ടി ഓടിക്കരുത്, മരത്തിൽ കയറരുത്, വെള്ളത്തിൽ പോകരുത്, തീയിൽ പോകരുത്, റെസ്ട്രിക്ഷൻസിൻ്റെ പെരളിയാണ് എൻ്റെ മുമ്പിൽ. പക്ഷെ ഞാൻ എല്ലാ ഡോക്ടർമാരും പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്നെ സൃഷ്ടിച്ചതും എന്നെ പരിപാലിക്കുന്നതും എൻ്റെ ദൈവമാണെങ്കിൽ അവന് വേണ്ടി ഞാൻ പോകും. നിങ്ങൾക്കൊക്കെ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? ഭക്ഷണം കഴിക്കാമോ? ഏത് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചാൽ ഞാൻ ആ നിമിഷം ഉറങ്ങിപ്പോകും. ചിലപ്പോൾ 6-7 മണിക്കൂറൊക്കെ അങ്ങനെ കിടന്നങ്ങോട്ട് ഉറങ്ങും. നല്ല ഉറക്കം. ആ ഉറക്കം പ്രലോങ് ചെയ്തു പോയാൽ കർത്താവ് എന്താ പറഞ്ഞ ലാസറിനെ കുറിച്ച്? എൻ്റെ സുഹൃത്ത് ലാസർ ഉറങ്ങുകയാണ്. അപ്പൊ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എനിക്ക് സംഭവിക്കാവുന്ന ആ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ടാണ് എൻ്റെ ജീവിതം. സഹനത്തിന്റെ എത്ര വലിയ ചൂടിലാണെങ്കിലും ശരി, എൻ്റെ കർത്താവിൻ്റെ, എൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അത് സന്തോഷത്തോടെ എന്ത് സ്വീകരിക്കുക. എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്വീകരിക്കാൻ. കാരണം ഇതുപോലെ ഓടി നടന്ന് അവിടെ പോയി ഇവിടെ പോയി കൈ കിട്ടുന്നത് എന്തും കഴിക്കും. ഇപ്പോൾ അറിയാതെ ഞങ്ങൾ വിഷം കിട്ടിയ ചിലപ്പോൾ അതും കുടിക്കും. അങ്ങനെ ഓടിപ്പറഞ്ഞ് നടന്ന, എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥിച്ച് പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ പറ്റും. ഒത്തിരി പേരുടെ ചോദിക്കും. പക്ഷെ അതെനിക്ക് ചെറിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിച്ചു, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അയ്യോ ഭക്ഷണം വേണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണിലൊരു ഓളം വിട്ട് ഒരു 2-3 മണിക്കൂറത്തേക്ക് പെട്ടെന്ന് കാഴ്ചകൾ മങ്ങിപ്പോകും. ഇത്ര സാധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പിന്നെ വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ പറ്റാത്ത മറ്റൊരു സാധനം ഉണ്ട് എനിക്ക്. കാരണം ഇതെല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമില്ല, സയൻസ് ആണ് എല്ലാം എന്ന് പറയുന്ന ഒത്തിരി മക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഒത്തിരി മക്കൾ, അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രിസ്ത്യാനി പിള്ളേരാണ്. ദൈവത്തെ ഉപേക്ഷിച്ച് സയൻസ് ഈസ് എവ്രിതിങ് എന്ന് പറയുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, സയൻസിന്റെ ഡ്യൂട്ടി എന്താ? സയൻസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സയൻസ് ഈസ് ഡിസ്കവറിംഗ് ദ തിങ്സ്, അല്ലെ? സയൻസ് കണ്ടുപിടിക്കുകയാണ്. എന്ത് കണ്ടുപിടിക്കണം? ഇല്ലാത്ത ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റുമോ സയൻസിന്? ഇല്ല. ഉള്ള ഒന്നിനെ, ഇതുവരെ മറഞ്ഞിരുന്ന ഒന്നിനെ കണ്ടുപിടിക്കുന്നത് മാത്രമാണ് സയൻസിന്റെ ഡ്യൂട്ടി.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തെ സൃഷ്ടിച്ചത് ആരായിരിക്കും? ഒരു സൃഷ്ടാവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ഈവൻ വൈദ്യശാസ്ത്രത്തിന് നമ്മുടെ ശരീരത്തെക്കുറിച്ച് എന്തറിയാം? വളരെ കുറച്ച് മാത്രമേ. നിങ്ങൾക്കൊക്കെ കിഡ്നി ഉള്ളതല്ലേ? എൻ്റെ കിഡ്നിയുടെ ഒരു ചെറിയ കഥ പെട്ടെന്ന്. എനിക്ക് എക്ടോപിക് കിഡ്നിയാണ്. എക്ടോപിക് കിഡ്നി എന്ന് വെച്ചാൽ അറിയാലോ. അതുകൂടാതെ ഒരെണ്ണം വെർട്ടിക്കലാണ്, ഒരെണ്ണം ഹൊറിസോണ്ടലാണ്. ഒരെണ്ണം വെർട്ടിക്കലായിട്ടിരിക്കുന്നു, ഒരെണ്ണം ഹൊറിസോണ്ടലായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാം. ഒരു സാധനം കൂടെ ഉണ്ട്. നമുക്കെല്ലാവർക്കും കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് ലെഫ്റ്റ് കിഡ്നിയിൽ നിന്ന് റൈറ്റ് കിഡ്നിയിൽ നിന്നും എത്ര ട്യൂബുകളുണ്ട്? 2 ട്യൂബുകൾ. എല്ലാവർക്കും 2 എണ്ണം. എനിക്ക് 4 എണ്ണം. വൈദ്യശാസ്ത്രം തന്നെ ഞെട്ടിപ്പോയതാ. എനിക്ക് 4 ട്യൂബുണ്ട്. ഡോക്ടർ പറഞ്ഞൊരു സ്കാനിങ് റിപ്പോർട്ട് തെറ്റാണോ? പുള്ളിയുടെ സ്വന്തം ചെലവിൽ അടുത്ത സ്കാനിങ് നടത്തിയിട്ട് ആ റിപ്പോർട്ട് കൊണ്ടുവന്നു. അപ്പോഴും 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഡോക്ടർക്ക് സംശയമായി, ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യും? മറ്റേ ട്യൂബിലൂടെ യൂറിൻ തിരിച്ച് റിട്ടേൺ കിഡ്നിയിലേക്ക് പോകുമോ? ഇതിന് വാൽവുണ്ടോ? പുള്ളിക്ക് 100,000 സംശയമായി. അപ്പോൾ ഈ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്കിതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഇതെങ്ങനെയിരിക്കണമെന്ന് കണ്ടാൽ കൊള്ളുന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡോക്ടറെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആ പൂതി മനസ്സിലിരുന്നാൽ മതി, തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു. പുള്ളിയുടെ പറഞ്ഞു, എടാ ഇത് ഞാനിത് പഠിച്ചിട്ടില്ല, ഇതെങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അപ്പോൾ ഒന്ന് കാണണം, ഒന്ന് അറിയണം. ഞാൻ ഇവിടെ തൽക്കാലം വേണ്ട, തൽക്കാലം വേണ്ട. ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അതിനെക്കുറിച്ച് ശാസ്ത്രം പഠിക്കട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കേണ്ടത് ഈ ഭൂമിയിലെ ചപ്പിനും ചവറിനും വേണ്ടിയിട്ടല്ല. നമ്മൾ ജീവിക്കേണ്ട സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കുടുംബങ്ങൾ ഉണ്ടാക്കേണ്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം എന്ന് പറയുന്ന ഒരു പരമമായ സത്യം ഉണ്ട്, ഉണ്ട്. ദൈവമുണ്ട്. ആരൊക്കെ ദൈവത്തെ തിരസ്കരിച്ചാലും തള്ളിപ്പറഞ്ഞാലും ദൈവം ഉണ്ട്. നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ ഈ പ്രവാസ ജീവിതം, നിങ്ങൾ പ്രവാസികളാണോ? പ്രവാസികളാണോ? പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഈ ഗൾഫിലും അമേരിക്കയിലും അവിടെയുള്ളവരെ മാത്രം വിചാരിക്കേണ്ട. സ്വന്തം ജന്മദേശം വിട്ട് മാറി താമസിക്കുന്ന എല്ലാവരും പ്രവാസികളാണ്, അല്ലേ? നമ്മളെല്ലാവരും പ്രവാസികളാണ്. ജന്മദേശം എവിടെയാണ് നിങ്ങളുടെയൊക്കെ? ജന്മദേശം പലരും പലതും പറയും. ആലപ്പുഴ പറയും, എറണാകുളം പറയും, തൃശ്ശൂർ പറയും, കണ്ണൂർ പറയും, കാസർഗോഡ് പറയും, ഇടുക്കി പറയും, എല്ലാം പറയും. പക്ഷേ നമ്മുടെ ജന്മദേശം എവിടെയാണ്? രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ബാക്കി എൻ സ്വദേശം കാൺമതിന്ന ഞാൻ. കൂടെ കെട്ടിയാലുണ്ടാവോ? കൂടെ കെട്ടിയാലുണ്ടാവോ? മക്കളുണ്ടാവോ? ഒരുത്തിയും കൂടെ ഉണ്ടാവില്ല. തന്നെ യാത്ര ചെയ്യേണ്ടവർ. അപ്പം ഈ തന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കർത്താവാണ്. അപ്പോൾ കർത്താവ് ചോദിക്കും, നീ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കൃപകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ? വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മുട്ടനടിയാണ്. ക്ഷമിക്കാൻ അവസരമുണ്ട്, പക്ഷെ എന്നാൽ പോലും ക്ഷമിക്കില്ല. കാരണം ക്ഷമ എന്ന ആ ഒരു കൃപ സ്വന്തമാക്കുവാൻ വേണ്ടി കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരവസരം ഒരുക്കി തരിക. നീ ഭാര്യയോട് ക്ഷമിക്കാൻ, ആ ക്ഷമിക്കുന്നതിലൂടെ നീ ഭർത്താവിനോട് ക്ഷമിക്കുക, അതിലൂടെ നിനക്കൊരു കൃപ തരും. എല്ലാവരോടും ക്ഷമിക്കാം. അനുഗ്രഹം കിട്ടിയ കാര്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ കുടുംബ ജീവിതങ്ങളും പ്രിയമുള്ളവരെ അടിസ്ഥാനമിട്ട് വളരേണ്ടത് പരിശുദ്ധാത്മാവ്, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്ത ഫലങ്ങളിലും ദാനങ്ങളിലും അടിസ്ഥാനമായിട്ട്. നമ്മൾ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ചെറിയ ഉപദേശം എന്ന പുസ്തകം കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ടോ? അത് പിന്നെ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞുണ്ട്.
വേദോപദേശം എന്ന് പറയുന്ന പുസ്തകം, അതിന്റെ വലിയ പതിപ്പാണ് ആദ്യം പറഞ്ഞ CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, തിരുസഭയുടെ മതബോധന ഗ്രന്ഥം. അപ്പൊ ഈ ചെറിയ വേദോപദേശം ഇത് ഇല്ലെങ്കിൽ, വീട്ടിലില്ലെങ്കിൽ ഏതെങ്കിലും അല്ല അച്ഛനോട് ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇവിടെ കാണും, സ്റ്റോർ കാണും, ഒരെണ്ണം മേടിക്കണം. യു ഷുഡ് ബൈ വൺ. എന്നിട്ട് അതിനകത്ത് പേജ് ആദ്യം മുതൽ കുരിശ് വരെ മുതൽ എല്ലാം ഒന്ന് മറിച്ച് നോക്കണം. അതിനകത്ത് പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മഹാസംഭവമുണ്ട്. അത് എപ്പോഴെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ? എവിടെയൊക്കെ ജവമാല ചെല്ലുമ്പോൾ രഹസ്യങ്ങളും ലുത്തിനെയും തെറ്റി പോകാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ചെറിയ വേദോപദേശം ചിലപ്പോഴൊക്കെ കൈകൊണ്ട് തൊടും. ഇതിൻ്റെ പുറകിൽ കുറേ ചോദ്യങ്ങളും അതിൻ്റെ കുറേ ഉത്തരങ്ങളുമുണ്ട്. അത് ഈ പ്രായത്തിൽ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. എങ്കിലും മാത്രമേ നമുക്ക് മറ്റൊന്നും വേണ്ടിയില്ല, ഒരു നല്ല മരണം വരിക്കാൻ വേണ്ടിയില്ല. മരിക്കട്ടെ, ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ? മരിക്കണം. മരിക്കാതെ ഇങ്ങനെ ചുമ്മാ കൊഴുത്ത് നരച്ച് ഈ ഭൂമിക്ക് മറ്റുള്ളവർക്കും ഭാരമായിട്ട് ജീവിച്ചിട്ട് എന്താ പറയാ? ഒരു പോലെ മരിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് എന്റെ കർത്താവിന് വേണ്ടി മരിക്കണം. പൗലോസ് എന്താ പറഞ്ഞേ? എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം ചന്തത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇവിടെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ പടന്നു വീണ് മരിച്ചാൽ, ഓ കർത്താവെ, ഐ ആം ഗ്ലോറിഫൈങ് യു പറയാൻ പറ്റുമോ? അപ്പൊ ചിന്തിക്കും, മക്കള് അവരെങ്ങും എത്തിയിട്ടില്ല. അത് ഭൗതികമായതിലേക്ക് നമ്മളെ പിശാച് കെട്ടിയിട്ടേക്കുക. ഏതാനും തുള്ളി വെള്ളത്തിന് വേണ്ടി പിശാച് ഈ ഭൂമിയെ നമ്മൾ കെട്ടിയിട്ടേക്കാം. അതിനുവേണ്ടി അവൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കാം, മക്കൾ ഉപയോഗിക്കുന്നു. അല്ലെ, സമൂഹം ഇന്ന് നമ്മുടെ തലമുറ ഉണ്ടാവും. നമ്മുടെ തലമുറയില്ല, കാരണം കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിച്ചാൽ തലമുറ ഉണ്ടാവുള്ളൂ. കുട്ടികളെ വേണ്ട, പട്ടികളെ മതി എന്ന് പറയുന്ന വലിയൊരു സംസ്കാരമാണ് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ. ഹിന്ദുക്കളുടെ ഇടയ്ക്കില്ല, മുസ്ലിംസിന്റെ ഇടയ്ക്കില്ല. മുസ്ലിംസ് കല്യാണം കഴിച്ചാൽ 10 വർഷമായാൽ അവന് 10 പിള്ളേരാണ് വീട്ടിലുണ്ട്. നമ്മൾ 10 വർഷമായാൽ പോലും കുട്ടികൾ വേണ്ട. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് തടസ്സം നിൽക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾക്ക് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തില് അനുഗ്രഹമായി മാറേണ്ട ദൈവജനം ഇന്ന് ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ കുർബാന ലോകം മുഴുവൻ ഇടവിടാതെ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ദൈവാരാധന. ഏകദേശം 4.5 ലക്ഷത്തോളം വൈദികര് അനുദിനം ബലിയർപ്പിക്കുന്നത്. 4 ലക്ഷം വേണ്ട, 4 ലക്ഷം വൈദികരെടുത്തു. ഇവർ അനുദിനം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ബലിയിൽ നിന്ന് മറ്റൊരു ബലിയിലേക്ക് ആ ബലി മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുക. ആ ഒരൊറ്റ ബലിയുടെ പേരിലാണ് പ്രിയമുള്ളവർ നമ്മൾ ജീവിച്ചിരിക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബലിയർപ്പണം നിർത്തണം, എന്നേക്കുമായിട്ട് നിർത്തണം. അപ്പൊ നമ്മളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഉണ്ട്. എന്താണ് പുതിയ സാധനം? എന്താ? AI അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് മാറുന്നു, അത് മാറുക. വിർച്വൽ റിയാലിറ്റി അല്ലെ, വിർച്വൽ റിയാലിറ്റി ഇനി മാറാൻ പോവുക. അടുത്ത സാധനം ഇപ്പൊ തന്നെ വരും. അതായത് വിതിൻ 20 years മനുഷ്യൻ തന്നെ ഇല്ലാതാവും. മനുഷ്യൻ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവും. എന്നിട്ട് ടെക്നോളജിയെ ആശ്രയിച്ച് ജീവിക്കുന്ന, ദൈവാശ്രയ ബോധമില്ലാതെ, ദൈവത്തെ വേണ്ടാതെ ടെക്നോളജിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റൊരു സമൂഹത്തെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ, നമ്മുടെ ശത്രുവായ പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയും. തിരിച്ചറിയാം. ഇപ്പൊ അയർലൻഡിലോ എവിടെയെങ്കിലും ഒരു കുമ്പസാരക്കൂട് വായിച്ചാർന്നോ? കുമ്പസാരക്കൂട് നിങ്ങൾ വായിച്ചില്ല? ഞാൻ രാജ്യം പറഞ്ഞുപോയി. അയർലൻഡിലാണോ 6 എവിടെയാണ്? കുമ്പസാരക്കൂട്ടിൽ പോയി നമ്മൾ മുട്ടുകുത്തുക. അവിടെ സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് അമർത്തി അപ്പം തന്നെ അവിടെ ഈ പ്രൊജക്ടറിൻ്റെ ലൈറ്റ് തെളിയും. നമ്മളപ്പോൾ നമ്മുടെ പാപങ്ങളെ ലൈറ്റിനോട് ഏറ്റു പറയുക. നമുക്ക് വേണ്ട പരിഹാരം, പ്രായശ്ചിത്തമെല്ലാം ഈ AI വൈദികൻ നമുക്ക് തരും. നാളെ മുതൽ പ്രിയമുള്ളവർ ഈ വിശുദ്ധമായ അൾത്താരയിൽ നിന്നിട്ട് ഒരു AI റോബോട്ട് ബലിയർപ്പിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? കാലം അതുപോലെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചൈനയിൽ, നിങ്ങളോട് തുറന്നു പറയുക, ചൈനയിൽ പെൺകുട്ടികൾക്ക് ആണുങ്ങളെ വേണ്ട.
ചൈനയിൽ പെൺപിള്ളേർക്ക് ആണുങ്ങളെ വേണ്ട, അവർക്ക് AI റോബോട്ട് മതി. ഒരു 2 മാസം മുമ്പ് പത്രത്തിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. അവർക്ക് റോബോട്ട് മതി. ഈ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഭാര്യയെ വേണ്ട, ഭർത്താവിനെ വേണ്ട, പകരം റോബോട്ടുകൾ മതി. ദൈവത്തിന്റെ മഹത്വത്തിന് എതിര് നിൽക്കുന്ന, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് എതിര് നിൽക്കുന്ന പൈശാചിക ശക്തികളെ പിന്താങ്ങുന്ന മനുഷ്യൻ. നമ്മളതുകൊണ്ട് പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും അവൻ നമ്മുടെ മുൻപിലേക്ക്, നമ്മുടെ മനസ്സിലേക്കൊക്കെ ഇട്ടു തന്നിരിക്കുന്ന തെറ്റിദ്ധാരണകളെയും എല്ലാം നമ്മൾ നിഷ്കാസനം ചെയ്യണം. പുറത്താക്കണമേ. അവന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അധികാരവും ഇല്ല. നമ്മൾ വിളിച്ചു വരുത്തി കയറ്റി വെച്ചേക്കണം. സ്വർഗീയമായ സംരക്ഷണം അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പൊ സക്കറിയ 2:5 91 സംഘമൊക്കെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ല. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ദൈവികമായ, ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്ന സ്വർഗീയമായ വേലിക്കെട്ട്, സ്വർഗീയമായ സംരക്ഷണം. പുറത്തുനിന്ന് ഒരു ശക്തിയും എൻ്റെ മകനെ, എൻ്റെ മകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തരുത്. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം. ഈ പരിശുദ്ധ ബലിയർപ്പണം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണം. പുറത്തുനിന്ന് ഒരുവനും ഇങ്ങോട്ട് കയറി വന്ന് എൻ്റെ മക്കളെ പണിയരുത്. അതാണ് കർത്താവിന്റെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ വേലിക്കിട്ട് ഭേദിച്ച് പുറത്ത് ഇതിലും വലിയ സൗഭാഗ്യമാണെന്ന് കരുതി നമ്മൾ പിശാചിന്റെ മായ വലയത്തിൽപ്പെട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണ കോട്ട, നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളിലൂടെ കർത്താവ് നൽകിയിരിക്കുന്ന സംരക്ഷണ കോട്ട ഭേദിച്ച് നമ്മൾ പുറത്തേക്ക് പോവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു ചെറിയ നുണ പറയുമ്പോൾ പോലും അനുദപിക്കാതെ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് ദൈവത്തിന്റെ മുൻപിൽ. നമ്മൾക്ക് നോമ്പുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നോമ്പല്ലേ? അല്ലെ? ഇറച്ചി കൂട്ടുന്നില്ല, മീൻ കൂട്ടുന്നില്ല, മുട്ട കൂട്ടുന്നില്ല, ഒത്തിരി 10 അഭ്യാസങ്ങൾ നമുക്കുണ്ട്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ നോമ്പ് നോക്കുമ്പോഴും ഈ പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വാശിയില്ലേ, വൈരാഗ്യമില്ലേ, വിദ്വേഷമില്ലേ, പകയില്ലേ? അത് മാറ്റി കളയാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികൾ, 100 കണക്കിന് വ്യക്തികൾ നിരന്നിരിക്കുന്നില്ലേ നിങ്ങളുടെ ഹൃദയത്തില്? എൻ്റെ ഹൃദയത്തിലുണ്ട്. പിന്നെ നമ്മൾ നോമ്പ് നോക്കിയിട്ട് കാര്യമുണ്ടോ? കള്ളുകൂടി 50 ദിവസത്തേക്ക് നോമ്പായതുകൊണ്ട് കള്ളുകൂടി നിർത്തും. അതിനുശേഷം 51-ാം ദിവസം വീണ്ടും തുടങ്ങും. നമ്മളൊക്കെ സീസണൽ ക്രിസ്ത്യൻസ് ആണ്. 20 നോമ്പ് വന്നാൽ എന്ത് കഷ്ടപ്പെട്ട് 25 ദിവസം പള്ളി വരും. 26-ാം ദിവസം ഒറ്റ എണ്ണത്തിൽ പള്ളി കാണില്ല. 50 നോമ്പ് 50 ദിവസം നോക്കും. 51-ാം ദിവസം ഒറ്റ എണ്ണം പള്ളി വരും. ഈ 50 ദിവസവും കഷ്ടപ്പാട് സഹിച്ച് പള്ളിയിൽ വരാൻ പറ്റുമെങ്കിൽ ബാക്കി 365 ദിവസവും വരാൻ പറ്റില്ലേ? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. എന്റെ ആത്മാവിന് വേണ്ടി എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തെ എനിക്ക് ആവശ്യമില്ല. നമ്മുടെ ഭൗതിക ഈ ലോകത്തിലെ ഈ എന്താ പറയുക, നശിച്ചു നാറുന്ന ഈ ലോകത്തിന് വേണ്ടി മാത്രം നമ്മുടെ ദൈവത്തെ കണ്ടെത്തുക. പകരം എന്നേക്കുമായി ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ അവൻ വാഗ്ദാനം ചെയ്ത ആ നിത്യജീവന് വേണ്ടി എൻ്റെ ആത്മാവിനെ ഒരുക്കുക. ഈശോയുടെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒന്നിനും കൊള്ളാത്ത ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നിനും കൊള്ളാത്ത ഈ സാധനത്തിന് വേണ്ടി ആത്മാവിന് വേണ്ടി ഉപവസിച്ച്, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച്, ആത്മാവിന് വേണ്ടി നോമ്പ് നോക്കി, ആത്മാവിന് വേണ്ടി ബലിയർപ്പിച്ച്